ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സമാധാനം നൽകുന്ന ഈശോയെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ മനുഷ്യ വ്യക്തികൾ സമാധാനത്തിന് വേണ്ടി ഏറെ അധികം വേദനിക്കുന്ന, നെട്ടോട്ടമോടുന്ന, അന്വേഷിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോവുക. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യര് തമ്പുരാൻ്റെ ഉയർപ്പിന് ശേഷം അവിടുന്ന് സമാധാനം നൽകിയിട്ടും അത് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ അസ്വസ്ഥപ്പെട്ട് നടക്കുന്നതായി നാം വീണ്ടും സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 36 മുതലുള്ള വചനങ്ങളിൽ കാണുകയാണ്. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു, ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. ലൂക്കായുടെ സുവിശേഷം 24-37 വചനം പറയുക, ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചുവെന്ന്. തങ്ങളുടെ കൂടെ ആയിരുന്ന, തങ്ങൾക്ക് വചനം പറഞ്ഞ് പഠിപ്പിച്ചു തന്ന, സമാധാനം തന്ന തൻ്റെ പ്രിയപ്പെട്ട ഗുരു നൽകിയ സമാധാനം തിരിച്ചറിയാൻ പറ്റാതെ അസ്വസ്ഥപ്പെടുന്ന മക്കള് ഈശോയെ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്ന ഒരു ഭൂതമായിട്ടാണ്. അവൻ ഈശോയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അസ്വസ്ഥപ്പെടുന്ന ഒരു മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ഈശോയെ നാം ഇവിടെ കാണുകയാണ്. അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഈശോ. ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വചനത്തിലൂടെ ചോദിക്കുകയാണ് അവരോട്. 24-42 നാം കാണുന്നുണ്ട്, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടുന്ന് ശിഷ്യരോട് ചോദിക്കുന്നു. എന്നിട്ട് അവരുടെ കയ്യിലുള്ളത് എന്തോ എന്നത് അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടി അത് മുറിച്ച് ഭാഗം വെച്ച് കൊടുക്കുന്ന ഒരു ഈശോയെ നാം ഇവിടെ കാണുകയാണ്. എൻ്റെ സാധാരണ ജീവിതത്തിലേക്ക്, എൻ്റെ സാധാരണ അനുഭവങ്ങളിലൂടെ സമാധാനമില്ലാത്ത എൻ്റെ മനസ്സിലേക്ക് സമാധാനം തരാനായി കടന്നു വരുന്ന ഒരു ഈശോയെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനായി നാം കാണുകയാണ്. ആരൊക്കെ ഈശോയുടെ അടുക്കലേക്ക് വന്നോ, ആരൊക്കെ ഈശോയെ കണ്ടുമുട്ടിയോ, ആരൊക്കെ ഈശോയോട് ചേർന്ന് നടന്നോ, അവരുടെയൊക്കെ ജീവിതം സമാധാനം നിറഞ്ഞതായി മാറി. എത്രമാത്രം വേദനിച്ചുകൊണ്ട് കലുഷിതമായ മനസ്സോടെ ഈശോയുടെ അടുക്കലേക്ക് വന്നവർക്കും അവിടുന്ന് സ്നേഹത്തിൻ്റെ സമാധാനം പങ്കുവെച്ച് കൊടുത്തതായി നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടുമെന്ന്. അതെ, ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചത് നമുക്ക് സമാധാനം തരുവാൻ വേണ്ടിയാ, സന്തോഷം തരുവാൻ വേണ്ടിയാ. അവൻ നമുക്ക് തരുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കുന്ന കാലഘട്ടമാണ് ഈ ക്രിസ്മസിൻ്റെ നോമ്പ് കാലഘട്ടങ്ങളെന്ന് പറയുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായി നമുക്ക് പലപ്പോഴും കഴിയാതെ പോവുകയാണ്. എൻ്റെ ഉള്ളിൽ സമാധാനമില്ല എങ്കിൽ മറ്റുള്ളവരോട് ഒരു വാക്ക് പറയാനായിട്ട് എനിക്ക് പറ്റാതെ പോവുകയാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ കലഹത്തിൻ്റെ, സമാധാനക്കേടിൻ്റെ അവസ്ഥകൾ ഞാൻ തന്നെ സൃഷ്ടിച്ചു പോവുകയാണ്. എതിർത്തും പെട്ടെന്നും വാശി പിടിച്ചും സംസാരിക്കുന്ന രീതികളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അനേകം വ്യക്തികളെ നമുക്കിന്ന് കണ്ടുമുട്ടാൻ സാധിക്കും. എങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് സമാധാനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിനെന്ന്. അസ്വസ്ഥമാകുന്ന മനസ്സുകളോട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിനെന്ന്. സമാധാനമില്ലാതെ അസ്വസ്ഥപ്പെടുന്ന മനസ്സുകൾക്ക് ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ സമാധാനം ലഭിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്യുകയാണ്. അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് പറയുകയാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ, ജീവിതത്തിൽ പുതിയൊരു വഴി കണ്ടെത്താൻ പറ്റാതെ നീ തകർന്നു നിൽക്കുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ, അവിടുന്ന് യോഹന്നാൻ 14:6 വചനം പറയുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല എന്ന്.
അപ്പോൾ എൻ്റെ ജീവിതത്തിലെ സമാധാനം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത് എങ്കിൽ അവിടുന്ന് പറയുക, ഞാൻ നിനക്ക് വഴിയായി കടന്നു വരാമെന്ന്. ഈശോ ദൈവപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചുവെങ്കിൽ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനെന്ന് വചനം പറയുക. ലൂക്ക 19:42. സമാധാനത്തിൻ്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിലെന്ന് അവിടുന്ന് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എങ്ങനെയാണ് ഞാൻ സമാധാനം കണ്ടെത്തേണ്ടത് എന്ന് ഞാൻ അറിഞ്ഞിരിക്കണമെന്ന് ഈ കാലഘട്ടത്തിലെങ്കിലും ഈ നിമിഷത്തിലെങ്കിലും എങ്ങനെയാണ് ഞാൻ യേശുവിൽ സമാധാനം കണ്ടെത്തേണ്ടതെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിലെന്ന് അത് ഈശോയുടെ വലിയ ഒരാഗ്രഹമാണ്. അവനിൽ സമാധാനം കണ്ടെത്തേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. വചനം വീണ്ടും പറയുന്നു 19:42, ലൂക്ക 19:42. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രിയ ദൈവജനമേ, ഈ ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ കണ്ണുകളിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് പറയുകയാ, ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ കടന്നു വരുമെന്ന്. നീ സമാധാനം അനുഭവിക്കുന്നില്ല എങ്കിൽ നിന്നിൽ തന്നെയുള്ള ചിന്തകൾ കൊണ്ട് നിന്റെ ജീവിതം വഴിമുട്ടിപ്പോകുമെന്ന് അവിടുന്ന് നമ്മോട് പറയുകയാണ്. മറ്റു ലോകത്തുള്ള ശത്രുക്കളെക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൽ സമാധാനമില്ല എങ്കിൽ ജീവിതം തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് നാം കടന്നു പോകും. അസാധ്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടുന്ന് നമ്മോട് വചനം പറയുകയാണ്. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന്. നിന്റെ ജീവിതത്തിൻ്റെ സമാധാനം വചനമാകുന്ന യേശുവിലേക്ക് നീ കണ്ടെത്തണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുക. ഈ വചനം മാംസമായി ഈ മണ്ണിൽ അവതരിച്ചത് നിന്റെ അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കാൻ വേണ്ടിയാ, നിന്റെ അസമാധാനത്തെ സമാധാനമാക്കി മാറ്റുവാൻ വേണ്ടിയാ. നിന്റെ ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ല എങ്കിൽ അവിടെ ശത്രുതയുണ്ട്, വൈരാഗ്യമുണ്ട്, കലഹങ്ങളുണ്ടെന്നുള്ളത് നിശ്ചയമാണ്. മനസ്സ് കലുഷിതമായി ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഭവനങ്ങളിൽ ഇത്രമാത്രം കലഹമെന്ന് നീ മറ്റു പലരെയും കുറ്റം ആരോപിച്ച് അന്വേഷിക്കേണ്ടതില്ല. മറിച്ച് നിന്നെ തന്നെ നീ ശാന്തമാക്കേണ്ടിയിരിക്കുന്നു. നിന്റെ വഴികളെ നീ ഒന്ന് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നതിന് പകരം പണത്തെ നാം ദൈവമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈശോ ഈ പുൽക്കൂട്ടിൽ ജാതനായത്, ഒരു പുൽത്തൊഴുത്തിൽ അവൻ ജാതനായത്, ഒരു പിള്ളക്കച്ച കൊണ്ട് അവൻ പൊതിയപ്പെട്ടത്, അവന് വലിയ മെത്തകളോ വലിയ കൊട്ടാരങ്ങളോ ഒന്നും പിറക്കുവാനില്ലായിരുന്നു. ആ ഇല്ലായ്മയിൽ അവിടുന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ശയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ കുടുംബത്തിൽ പണം ഞാൻ വലുതായി കാണുന്നത് കൊണ്ടാണോ സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം ഇല്ലാത്തിടത്ത് ചോദ്യങ്ങളാണ്, വിമർശനങ്ങളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, പഴിചാരലുകളാണ്. അതെ, സമാധാനമില്ല എങ്കിൽ നാം ദൈവത്തോട് പോലും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ആര് നല്ലതിന് വേണ്ടിയെങ്കിലും എന്തൊരു കാര്യം പറഞ്ഞാലും അതുപോലും ചോദ്യശരത്തോടെ തിരിച്ച് വിമർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നാം കടന്നു പോകുന്നുണ്ട്. അത് എൻ്റെ ഉള്ളിൽ തന്നെ സമാധാനം കണ്ടെത്താൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പുൽക്കൂട്ടിൽ ജാതനായി ശയിക്കുന്ന ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സമാധാനം കണ്ടെത്താൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. കലുഷിതമായൊരു മനസ്സാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ എനിക്ക് യേശുവിൻ്റെ സ്പർശനം ആവശ്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം 40 മുതൽ 41 വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന്. അവൻ്റെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ രോഗക്കിടക്കയിൽ നീറിപ്പുകയുന്ന അവൻ്റെ മനസ്സിലേക്ക് യേശുവിൻ്റെ ആ വലിയ സ്നേഹ സ്വാന്തന ശബ്ദം കടന്നു വന്നപ്പോൾ, യേശുവിൻ്റെ സ്പർശനം കടന്നു വന്നപ്പോൾ അവൻ്റെ രോഗങ്ങൾ മാറുകയാ, ഒപ്പം അവൻ്റെ മനസ്സ് ശാന്തമാകുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. ഒന്നിനും പരിപൂർണത കൈവരിക്കാൻ നിനക്ക് പറ്റുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തു ഓരോ ദിവസവും നമ്മിൽ ജനിക്കണം. അപ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുക. ഒരു ദിവസം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവനെ ഭക്തിയോടെ സ്വീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം പിറ്റേന്ന് രാവിലെയും എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ജനിച്ചിട്ട് അവനെ വളരുവാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ സമാധാനം നിലനിൽക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലൂക്കായുടെ സുവിശേഷം 2:14 വചനം പറയുന്നുണ്ടല്ലോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന്. ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെയുള്ളപ്പോഴാണ് നിനക്ക് സമാധാനം ലഭിക്കുക. സമാധാനത്തോടെ നീ ജീവിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പറ്റുക. ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നക്ഷത്ര വിളക്കുകളും അലങ്കരിച്ച ക്രിസ്മസ് ട്രീകളും വിവിധ തരത്തിലുള്ള പുൽക്കൂടുകളും ആഘോഷങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ, എൻ്റെ വീട്ടിൽ ഈ സമാധാനം എനിക്കുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സമാധാനം കിട്ടാതെ പോകുന്നുണ്ട് എങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ഞാൻ ഒരുങ്ങുന്നത് വ്യർത്ഥമാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ തരുന്ന സമാധാനം, അവൻ തരുന്ന ദൈവകൃപ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് യേശുവിൻ്റെ സ്പർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ കടന്നു പോകണമെങ്കിൽ എൻ്റെ വഴികളെ, അടുത്ത വഴിയിലേക്ക് എൻ്റെ പാദങ്ങളെ എടുത്തു വയ്ക്കുവാൻ എനിക്ക് പറ്റണമെങ്കിൽ എൻ്റെ മനസ്സ് ശാന്തമാവണം. നമുക്കൊക്കെ അറിയാം, ഒരു തീരുമാനമെടുക്കണമെങ്കിൽ, ഒരു ബിസിനസ് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ഉറച്ച തീരുമാനമെടുക്കണമെങ്കിൽ മനസ്സ് ശാന്തമാക്കണം. ശാന്തതയില്ലാത്ത മനസ്സുകൊണ്ട് ഞാൻ എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും തെറ്റിപ്പോകുമെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഈ സമാധാനം തരുന്ന യേശുവിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സമാധാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ, മുന്നോട്ട് കടന്നു പോകാനെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ എനിക്ക് സമാധാനം നഷ്ടപ്പെടുകയാണ്. കുടുംബജീവിതത്തിലേക്ക് തന്നെ നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്നേഹ വ്യക്തിബന്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ, എവിടെയൊക്കെ എനിക്ക് സ്നേഹം കുറഞ്ഞു പോകുന്നോ അവരെയൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അവർ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം പോലും ഇറിറ്റേഷനായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഒരു പക്ഷേ ആ വ്യക്തി പാടിയ ഗാനം വളരെ നല്ല ഗാനമാവാം, പക്ഷേ നിൻ്റെ മനസ്സിന് അതൊരിക്കലും ശാന്തത തരുന്നില്ല. മറ്റൊന്നുകൊണ്ടല്ല, നിൻ്റെ മനസ്സിൽ സമാധാനമില്ല, ആ വ്യക്തിയോട് സ്നേഹമില്ല. കുടുംബത്തിൽ ഒരു വ്യക്തിയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ, അവനോട് എനിക്ക് സ്നേഹമില്ല എങ്കിൽ, അവൻ ചെയ്യുന്ന നന്മ പോലും എനിക്ക് തിന്മയായി തോന്നും. എൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. സമാധാനമില്ലാതെ അലയുന്ന ഒരു മനസ്സിന് ഉടമയായി ഞാൻ മാറുമെന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ വലിയ ഉയർപ്പിന് ശേഷം ഈശോയെ കണ്ടിട്ട് വിശ്വസിക്കാതെയും അസ്വസ്ഥപ്പെട്ടും സങ്കടപ്പെട്ടും ഇരിക്കുന്ന ഈ ശിഷ്യരോട് തമ്പുരാൻ വന്നിട്ട് അവരുടെ അടുത്തിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് സമാധാനം കിട്ടുവാൻ, സമാധാനത്തിൻ്റെ പുത്രരായി നിങ്ങൾ മാറുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് പറയുക. ലൂക്ക 24:49. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. നിങ്ങൾ ഉന്നതത്തിന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവനെന്ന് അവിടുന്ന് പറയുക. കാത്തിരിക്കണം. ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നിനക്ക് ലഭിക്കുന്ന സമാധാനം സ്വന്തമാക്കിയിട്ട് നീ ഇറങ്ങേണ്ട മറ്റൊരു വഴി ഈശോ വെളിപ്പെടുത്തുകയാണ്. സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി, സമാധാനം സ്ഥാപിക്കുന്ന ദൈവപുത്രരായി മാറുവാൻ വേണ്ടി. ഇന്ന് ഓരോ ക്രിസ്ത്യാനിയുടെയും ചുമതലയാണ് സമാധാനം സ്ഥാപിക്കുന്ന ദൈവപുത്രരായി മാറുക എന്നുള്ളത്. സമാധാനം കിട്ടുവാൻ വേണ്ടി വചനം പറയുക, ദൈവത്തിൻ്റെ ശക്തി കിട്ടുവാൻ വേണ്ടി നീ നഗരത്തിൽ തന്നെ വസിക്കണമെന്ന്, അവിടെ കാത്തിരിക്കണമെന്ന്. ഈ കാത്തിരിപ്പ് എന്താണ് പ്രിയപ്പെട്ടവരെ? സമാധാനം ലഭിക്കുവാൻ നീ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. നീ സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ചില വ്യക്തികൾ വലിയ വേദനയോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു വിടാറുണ്ട്, പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി മറ്റൊന്നും ചിന്തിക്കേണ്ട, തമ്പുരാൻ്റെ സന്നിധിയിൽ പോയി ഒരു ദിവസം മുഴുവൻ തപസ്സിരിക്കുക. കൊന്ത ചെല്ലണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ പ്രകരണങ്ങൾ ഉരുവിടണമെന്നോ പറയുന്നില്ല, മറിച്ച് ഈശോയുടെ സന്നിധിയിൽ പോയി ഒന്ന് ഇരിക്കുക.
യേശുവിൻ്റെ സമാധാനം നിന്നെ തഴുകുമെന്ന് അവർ വിളിച്ചു പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. സിസ്റ്ററെ, ഈ ദിവസം മറക്കാനാവാത്ത ഓർമ്മയാണ് ഈശോ എനിക്ക് തന്നത്. ദൈവസ്നേഹം എന്നെ തഴുകിയെന്ന്. എന്തുകൊണ്ടാണ്? സങ്കീർത്തകൻ പറയുന്നുണ്ട്, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ തൻ്റെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനതയെ വലയം ചെയ്യുന്നുവെന്ന്. നീ ദൈവ സാന്നിധ്യത്തിൽ പോയിരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന നിൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നിന്നെ ചൂഴ്ന്നു നിൽക്കും വിധം ഇറങ്ങി വന്നു കഴിയുമ്പോൾ നിൻ്റെ മനസ്സിലേക്ക് സമാധാനത്തിൻ്റെ വലിയ നിധി ദൈവം നിറയ്ക്കും. നിൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ദൈവത്തിന് പറ്റും. ഒരുപക്ഷെ ഒരു ബുക്ക് മഷി വീണ് പോയാൽ നമുക്ക് പുതിയ ബുക്ക് മേടിക്കാൻ പറ്റും. ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് അത് കീറിപ്പോയാൽ കടയിൽ പോയി കാശ് കൊടുത്ത് പുതിയ ഡ്രസ്സ് മേടിക്കാൻ പറ്റും. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ, മനസ്സ് നിരാശയിലേക്ക് കൂപ്പുകുത്തി പോകുമ്പോൾ അത് തരുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കില്ല. ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കില്ല, ഒരു കൗൺസിലറിന് സാധിക്കില്ല. ഇത് തരാൻ പറ്റുന്ന ഒറ്റ വ്യക്തി എന്ന് പറയുക ഈശോയാണ്. അവൻ്റെ സന്നദ്ധയിൽ പോയിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വലിയ സമാധാനം നിന്നെ തഴുകി തലോടി കടന്നു പോകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പർവ്വതങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ നിൻ്റെ ദൈവം നിൻ്റെ അടുക്കിലേക്ക് വരും. ഇന്ന് സമാധാനമില്ലാത്ത വ്യക്തിയാണ് എങ്കിൽ നീ സമാധാനം അന്വേഷിച്ച് പോകേണ്ടത് ഈശോയുടെ അടുക്കലേക്കാണ്. ഈശോയുടെ അടുക്കൽ പോയി ഇരിക്കുമ്പോൾ ഈശോ നമ്മളെ തൊടും. ഒരു കൊച്ചു കുഞ്ഞിന് വണ്ടി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വണ്ടി മേടിച്ചു കൊടുത്തിട്ട് അവൻ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ അവൻ വീഴുകയാണ്. അപ്പൻ ഓടിച്ചെന്ന് അവനെ എടുത്തുകൊണ്ട് വരുമ്പോൾ വീണ്ടും അവൻ പറയും വണ്ടിയിൽ കയറിയിരിക്കാൻ വാശി പിടിക്കുകയാണ്. അപ്പോൾ അപ്പൻ അവനെ കൊണ്ടുപോയി അവൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അമ്മ അവനെ മാറോടണച്ച് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ കരച്ചിൽ മാറുകയാണ്. അമ്മയുടെ സ്നേഹത്തിലേക്ക് അവൻ ചേർന്ന് നിന്നിട്ട് അവൻ മറ്റെല്ലാം മറന്നിട്ട് ആ സ്നേഹം അനുഭവിക്കുന്ന ഒരനുഭവം നിത്യേന നാം ജീവിതത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അമ്മയുടെ സ്നേഹം കൊണ്ട് കലുഷിതമായ നിൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ യേശുവിന് സാധിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഈശോയുടെ സമാധാനമാണ് പുൽക്കൂട്ടിൽ പിറന്ന ഈശോ നമുക്ക് തരിക. നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ മറ്റു പലരും പറയും എന്ത് ചെയ്താലും ശരിയാവില്ല, സത്യം പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ നല്ലത് പ്രവർത്തിച്ചിട്ടും തെറ്റിദ്ധാരണകളാണല്ലോ എനിക്ക് വന്നതെന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന ചില വ്യക്തികളെ നാം കണ്ടുമുട്ടാറുണ്ട്. ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെ മറ്റു വഴികൾ പറഞ്ഞു കൊടുക്കുവാൻ ഈശോ മറ്റു പല വ്യക്തികളെ അയക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരിക്കും എൻ്റെ ഹൃദയത്തിലാണ് സമാധാനം വേണ്ടത്. ചുറ്റുപാടുമുള്ള വ്യക്തികളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മറിച്ച് ഞാനെന്ന വ്യക്തി എൻ്റെ ഹൃദയത്തിൽ സമാധാനം കുടികൊള്ളുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം കണ്ടിട്ടുണ്ടാവും ഒരു ചിത്രം, ചീറി അടിക്കുന്ന തിരമാലകൾക്ക് ഇടയിലും കടൽ ഭിത്തിയിൽ ശാന്തനായി ഇരിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ നാം കാണാറുണ്ട് ചിത്രങ്ങളിലെങ്കിലും. വലിയ ഹിറ്റായ ഒരു ചിത്രമാണത്. ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചീറിയടിക്കുന്ന തിരമാലകൾ തൻ്റെ കിളിക്കൂടിനെ തകർത്ത് കളയുമെന്നോ അല്ലെങ്കിൽ തൻ്റെ ജീവൻ അപഹരിക്കുമെന്നോ ചിന്തിക്കുന്നില്ല, മറിച്ച് അവിടെ ശാന്തമായിട്ട് ആ കടൽ ഭിത്തിയിൽ തൻ്റെ കൂട്ടിൽ ശാന്തനായിരിക്കുന്ന ഒരു പക്ഷിയെ പോലെ നിൻ്റെ ചുറ്റും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നീ ശാന്തമായി ഇരിക്കാൻ നീ പഠിക്കുമ്പോഴാണ് നിൻ്റെ ജീവിതം സമാധാനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുക എന്ന് ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ജീവിതം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, വഴിമുട്ടിപ്പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് 2 താക്കോലുകൾ ആവശ്യമുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. ഒന്നാമത്തെ താക്കോല് ക്ഷമ എന്ന താക്കോല്, രണ്ടാമത്തെ താക്കോല് കരുണ എന്ന താക്കോല്. ക്ഷമിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആവുന്നില്ല. ഇന്ന് എൻ്റെ മനസ്സിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റാതെ പോകുമ്പോൾ എൻ്റെ ഈശോയുടെ സമാധാനം അനുഭവിക്കാനോ അത് ഈ ലോക ജനതയ്ക്ക് പകർന്നു കൊടുക്കാനോ എനിക്ക് പറ്റില്ല എന്ന് നമ്മെ ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിക്കണം. പെട്ടെന്ന് എടുത്തു ചാടി മറുപടി പറയുകയോ നിഗമനങ്ങളിൽ എത്തുകയോ അല്ല നാം ചെയ്യേണ്ടത്. അതിനൊക്കെ സാവകാശം കൊടുക്കണം. ഒരു വ്യക്തി അനുഭവം പങ്കുവെച്ചത് ഓർക്കുകയാണ്. ഓഫീസിൽ വലിയ തിരക്കുകളുണ്ട്. എന്ത് ചെയ്താലും ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ഒരു ഓഫീസർ തൻ്റെ ബോസ് ഉണ്ട്. എത്ര ശ്രമിച്ചിട്ടും ബോസിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റുവാനായിട്ട് പറ്റാതെ പോവുകയാണ്.
അപ്പോൾ ബോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാനയിൽ ബോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ചോദിക്കുക, എന്നും കുർബാനയ്ക്ക് പോയിട്ടും ബോസിൻ്റെ ശകാരമല്ലേ നിങ്ങൾക്ക് കിട്ടുക, എന്തിന് നിങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുവെന്ന്. അവിടെയും സംയമനം പാലിച്ചുകൊണ്ട് 3 ആഴ്ചകൾ അടുപ്പിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോയി തമ്പുരാൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് ഈ ബോസിനെ മാറ്റുകയല്ല ചെയ്തത്, മറിച്ച് ആ വ്യക്തിയുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കുകയാ, ബോസിനെ ഉൾക്കൊള്ളുവാനുള്ള കൃപ കൊടുക്കുകയാ, ബോസിനോട് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജോബ് പറയുന്ന ഒരു വചനമുണ്ട്, ജോബിൻ്റെ പുസ്തകം 31:35. എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതെൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു, കിരീടം പോലെ ഞാൻ അതിനെ എൻ്റെ മാറോട് ചേർക്കുമായിരുന്നുവെന്ന്. ക്ഷമയെന്ന പുണ്യം എൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക, സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിക്കുക. ഈ സമാധാനം സ്ഥാപിക്കാൻ 3 കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങളിൽ വലിയ വിശാലത ഞാൻ കാണിക്കണം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട്, വിധവയുടെ കാണിക്ക. തൻ്റെ കുഞ്ഞു തൊട്ട് തനിക്കുള്ളത് മുഴുവനും ആ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച ഒരു വിധവയെ നാം കാണുന്നുണ്ട്. വലിയ വിശാലത, ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വിശാലതയോടെ ജീവിക്കുന്ന ഒരു വിധവ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇന്ന് ഞാൻ സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമാധാനം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ ഞാൻ വലിയ വിശ്വസ്തത കാണിക്കണം. രണ്ടാമത്തെ കാര്യം, ചെറിയ മനുഷ്യരോടൊപ്പം ഞാൻ യാത്ര ചെയ്യാൻ പഠിക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെറിയവരെന്ന് വിചാരിച്ച് ഞാൻ തള്ളി മാറ്റുന്നവരുടെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാകും. ഫ്രാൻസിസ് അസീസി നടന്നു പോകുമ്പോഴാണ് കാണുക, അവിടെ ഒരു കുഷ്ഠരോഗി വ്രണപ്പെട്ട് കുഷ്ഠരോഗബാധിതനായി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ നിന്നൊരു പ്രേരണ വരികയാണ്, ഓടിച്ചെന്നിട്ട് ചുംബിക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ആ പ്രൗഢിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കുഷ്ഠരോഗിയെ ചുംബിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി ചിന്തിച്ചാൽ പറ്റുന്നതല്ല. പക്ഷേ ഈശോയെ ആണ് പറഞ്ഞതെന്ന് ചിന്തിച്ചപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ കുഷ്ഠരോഗി ഈശോയായി മാറുന്നത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ചെറിയവരുടെ അതേ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈശോ തരുന്ന സമാധാനം അത് സ്ഥാപിക്കുക എന്നാണ് ലക്ഷ്യമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ ഈശോയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടാകും. ഈ സമാധാനം തരുവാനാ ചെറിയവരുടെ കൂടെ യാത്ര ചെയ്യുവാൻ, ചെറിയവരുടെ ഒപ്പം സഞ്ചരിക്കാൻ, വിശാല മനസ്കതയോടെ ജീവിക്കാൻ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈ ഒരു വലിയ അനുഭവം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് കിട്ടണം. അവൻ്റെ സമാധാനം നമ്മുടെ മാറോട് ചേർത്ത് വെച്ച് എന്ന് മുന്നോട്ട് പോകാനുള്ള കൃപ ഈശോ നമുക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, പൊന്നു തമ്പുരാനെ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങ് നൽകുന്ന സമാധാനം ഞാൻ അനുഭവിക്കുവാൻ, കണ്ടുമുട്ടുന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലിരുന്ന് ജീവിതം മുഴുവൻ സമാധാനത്തിൻ്റെ പുത്രിയായി പുത്രനായി മാറുവാനുള്ള കൃപ തന്ന് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് എന്നെയും എൻ്റെ ജീവിതത്തെയും മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തമ്പുരാനെ, അവിടുന്ന് എന്നെ ഏറ്റെടുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.